ഗസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയിരുന്ന ടീമുകളെ തിരിച്ചു വിളിക്കുന്നതായി ഇസ്രായേൽ സർക്കാരും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയുമായ സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഹമാസ് തടങ്കലിലുള്ള അവശേഷിക്കുന്ന ഇസ്രായേൽ ബന്ദികളിൽ ചിലരുടെ തിരിച്ചുവരവിനുള്ള പ്രതീക്ഷ താൽക്കാലികമായി അസ്തമിച്ചിരിക്കുകയാണ്. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുവാനുള്ള ഒരു താല്പര്യവും ഹമാസ് കാണിക്കുന്നില്ല എന്ന് സ്റ്റീവ് പറഞ്ഞു. ബന്ദികളെ തിരികെ കൊണ്ടുവരുവാൻ മറ്റു മാർഗങ്ങൾ ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് സ്റ്റീവ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേലിന് വളരെ വ്യത്യസ്തമായ ഒരു സ്വരമായിരുന്നു ഉണ്ടായിരുന്നത്. ചർച്ചകൾ അവസാനിപ്പിച്ചുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇനിയും ഉപേക്ഷിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിനിധികൾ പറഞ്ഞത്. അതേസമയം ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് ചർച്ചകളോട് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെയും അവർ ഇടപെട്ടത് എന്നാണ്. ചർച്ചകൾ അവസാനിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഹമാസ് പറയുന്നു. സ്ഥിരമായ ഒരു വെടിനിർത്തൽ സാധ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഹമാസ് നേതൃത്വത്തിന് ഇതുവരെ ഉണ്ടായിരുന്നതെന്നും അവർ പറയുന്നു. അതേസമയം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് എത്ര പേരെ വിട്ടുകിട്ടുമെന്നുള്ള ഹമാസിൻ്റെ ഡിമാൻഡുകളാണ് ഈ ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. അതുപോലെ ഇസ്രായേലിൻ്റെ ഈ പുനർവിന്യാസം അതിർത്തിയിൽ എവിടെയായിരിക്കുമെന്നുള്ള തർക്കങ്ങളും ഈ ചർച്ചകൾ എങ്ങുമെത്താതെ ആയിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് 2 ആഗോളതലത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ, യുക്രൈൻ യുദ്ധവും അതുപോലെ ഹമാസ് ഇസ്രായേൽ യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് അധികാരത്തിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചർച്ചകൾ അലസിപ്പിരിഞ്ഞത് ഒരു വലിയ ക്ഷീണമായിരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.